സംയോജനം അവധാനതയോടെ മാത്രം നടപ്പിലാക്കണം. KPEF ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ, നഗരസഭ, കോർപ്പറേഷൻ, ടൗൺ പ്ലാനിംഗ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട 6 വകുപ്പുകളെ യോജിപ്പിച്ച് ഒരു വകുപ്പാക്കി മാറ്റുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങൾക്കും വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കും ഗുണകരമാകുമെങ്കിൽ ആയതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതിന് KPEF തയ്യാറായിരുന്നു. എന്നാൽ തുടർ സംഭവ വികാസങ്ങളിൽ നിന്ന് പഞ്ചായത്ത് ജീവനക്കാർക്കും വകുപ്പിനും വലിയ നഷ്ടം വരുത്തുന്ന രീതിയിലാണ് ചട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. ചട്ടരൂപീകരണം പൂർണ്ണമായും സ്വതന്ത്രമായല്ല നടന്നിരിക്കുന്നത്. ഫെഡറേഷൻ 51 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപ്പോസൽ ചട്ടം തയ്യാറാക്കുന്ന ഏജൻസിയായ ലോക്കൽ ഗവൺമെൻറ് കമ്മീഷന് നൽകിയിരുന്നു. എന്നാൽ നഷ്ടപ്പെടുന്ന ആനുകൂല്യങ്ങൾ സംബന്ധിച്ചും ശാസ്ത്രീയമായ പ്രൊമോഷൻ പട്ടിക തയ്യാറാക്കുന്നതിനും അനുകൂല നിലപാട് അധികൃതർ സ്വീകരിച്ചില്ല. ഫെഡറേഷൻ മുന്നോട്ട് വെച്ച ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയെങ്കിലും സുപ്രധാന പ്രശ്നങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിക്കാതെയാണ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് കരട് ചട്ടങ്ങൾ പുറത്തിറക്കിയത്. പാർട്ട് ടൈം ജീവനക്കാർ മുതൽ ഉയർന്ന തസ്തിക വരെയുള്ള എല്ലാ തസ്തികകളിലും പഞ്ചായത്ത് ജീവനക്കാർ അവഗണന നേരിട്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ഏകീകരിക്കുന്നതല്ലാതെ പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്നതിനുള്ള സമൂല മാറ്റങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിച്ചില്ല. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിൽ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മാറ്റം ബാധിക്കുമോ എന്ന ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ട്. വളരെ സങ്കീർണമായി തയ്യാറാക്കിയ കരട് ചട്ടത്തിന്മേൽ ചർച്ച നടത്തുന്നതിന് സംഘടനകൾക്ക് സർക്കാർ പരിമിതമായ സമയം മാത്രമാണ് അനുവദിച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ചും പഞ്ചായത്ത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും അവധാനതയോടെ മാത്രമേ വകുപ്പ് സംയോജനം നടത്താവൂ എന്ന് KPEF ആവശ്യപ്പെടുന്നു. അനുകൂല നിലപാട് അധികൃതർ സ്വീകരിക്കുന്നില്ലെങ്കിൽ കോടതി മുഖാന്തരം പഞ്ചായത്ത് ജീവനക്കാരുടെ ആനുകൂല്യം സംരക്ഷിക്കുന്നതിന് ഫെഡറേഷൻ മുൻകൈ എടുക്കുന്നതിന് തീരുമാനിച്ചു.